ഞങ്ങൾ പറഞ്ഞല്ല, ആദ്യമേ പറഞ്ഞു തന്ന അയാൾ തന്നെയാണ്. അയാൾ തന്നെയാണ് ഞങ്ങളെ രണ്ടുപേരെയും കുറിച്ച് പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പ്രചരിപ്പിച്ചത്. ഞങ്ങളല്ല, കയറിക്കല്ലേ അതിന് മാറിയിരിക്കേണ്ട ആളല്ല, കയറി നിൽക്കും. കയറി നിൽക്കുക, മുന്നോട്ട് പോകേണ്ട ആളാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സോഷ്യൽ മീഡിയയിലും അയാളെ റീച്ചിന് വേണ്ടി അയാൾ പല നടന്മാരെയും നടിമാരെയും കുറിച്ച് പറയുന്ന പല വീഡിയോസും ഇറങ്ങിയിട്ടുണ്ട്. ശാന്തിവിള ദിനേശ് ഏതോ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നടന്മാരെയൊക്കെ ചിലവർ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻസിന് താഴെ തെറികളും അദ്ദേഹം കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ കമൻസിൽ വരുന്ന പോലെ തന്നെ പുള്ളിക്കും ഒരുപാട് തെറികൾ കിട്ടിയിട്ടുണ്ട്, പലരും പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പുള്ളിക്ക് ഒരു കണ്ടന്റ് കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെയും അലിൻ ജോസ് പെരേരയെയും പോലുള്ളവരെ റിവ്യൂ പറയുന്നതും. അതുപോലെ തന്നെ ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി മാസ്റ്റർ മനാബ് ആദിനാടിൻ്റെ കോളനി എന്നൊരു സിനിമ ചെയ്തു. അപ്പോൾ അടുത്ത പടം തുടങ്ങുവാണ് അദ്ദേഹത്തിൻ്റെ തന്നെ. മാസ്റ്റർ മനാബ് ആദിനാടിൻ്റെ പുതിയൊരു സിനിമ തുടങ്ങുവാണ്, അലിൻ ജോസ് പെരേര ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിലും ഇത് സംബന്ധമായ ഈ ലുക്കിലുള്ള ഒരു ക്യാരക്ടറാണ് ഇന്നലെ അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞു, പുതിയൊരു സിനിമ. അപ്പം ഇനി ഈ മുടി എനിക്ക് വെട്ടാൻ പറ്റത്തില്ല, കാരണം 1-2 പടങ്ങളിപ്പോൾ തീരാൻ കമ്മിറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലുക്ക്. അപ്പോൾ ചിലവർ കുളിക്കാറില്ല, നനയ്ക്കാറില്ല, പിച്ചക്കാരൻ അങ്ങനൊക്കെ പറയുമ്പോൾ പലരും പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശാന്തിവിളത്തിന് ഇതെടുത്ത് കണ്ടന്റ് എടുത്തിട്ട് പുള്ളി പ്രചരിപ്പിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് ഈ സംഭവങ്ങൾ വലിച്ചെടുത്തു. എടുത്തിട്ട് പറഞ്ഞു, ഇതെന്താണ് അഭിലാഷേ, എന്താണ് നിങ്ങൾ രണ്ടുപേരും പെരേരയ്ക്ക് എന്താണ് ചെയ്തത്? പെരേരയ്ക്ക് ഒരു പാവമാണല്ലോ. ഈ പെരേരയൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഇദ്ദേഹം തിയേറ്ററിൽ കിടന്ന് ഉറങ്ങുവാണ്, തിയേറ്ററിൽ മാത്രം റിവ്യൂ പറയാനായിട്ട് പോകും, സിനിമ പകുതി കണ്ടിട്ട് ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് പല വ്യാഖ്യാനങ്ങൾ. പിന്നെ അതുപോലെ നമ്മുടെ കിംബോയ്, മനോജ്, ഇവരെക്കുറിച്ച് മോശമായ രീതിയിൽ. കിംബോയ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ രൂപം അതുപോലെയായിപ്പോയി. കുരങ്ങിൽ നിന്നുമാണ് മനുഷ്യനിലേക്ക് വരുന്നത്. എന്നിട്ടും കുരങ്ങനാണ്, അതാണ് ഇതാണ്. അതുപോലെ മനോജ് കുമാർ അല്ല മനോജ് കുമാർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ശാന്തിവിള ദിനേശ് ചെയ്തത് തെറ്റാണ്. നമ്മളെപ്പറ്റി നമ്മളെ റിവ്യൂ തന്നെ മാറിയൊക്കെ എനിക്കറിയാം. അപ്പോൾ ആദ്യം റിവ്യൂസും തിയേറ്ററിൽ ഇപ്പോൾ ഡാൻസ് കളിക്കുന്നില്ല, പാടുന്നില്ല. പിന്നെ പഴയ റിവ്യൂസ് ഞങ്ങൾക്ക് ഉണ്ടാവും, അത് വെച്ച് ടാർഗറ്റ് ചെയ്യണത് ശരിയല്ല. പിന്നെ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ശാന്തിവിള ദിനേശ്. ലാലിനെ വെച്ചൊക്കെ നല്ല സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടൊക്കെ ഒരു സിനിമയിലുണ്ട്. പിന്നെ സീരിയലിൻ്റെ അസോസിയേഷനായിട്ടൊക്കെ പുള്ളിക്ക് നല്ല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിനിമ സീരിയൽ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം സിനിമാക്കാർ ഒരിക്കലും നമ്മുടെ പേരുകൾ എടുത്ത് പറയാറില്ല. ഇന്നാളെ ശബരീഷ് വർമ്മ മാത്രമാണ് റിവ്യൂ പറയുന്ന ആർക്ക് വേണമെങ്കിലും പറയാവുന്ന രീതിയിലാണ് നമ്മളെ പറഞ്ഞത്. അത് കളിയാക്കിയെന്നും പറയാം. വ്യക്തിപരമായിട്ടും ഓരോരുത്തർക്ക് ഓരോ സ്വാതന്ത്ര്യം ഉണ്ടാകും. പിന്നെ ഇത് ഷൂട്ട് ചെയ്യാമെന്നുള്ളത് ഓരോ മീഡിയക്കാരും വളർത്തി. ഒരു സമയമാകുമ്പോൾ നമ്മളെ കൊണ്ടുവന്നു, ഒരു സമയമാകുമ്പോൾ നമ്മളെ തള്ളിപ്പറഞ്ഞു. അതൊക്കെ ഒരു ഓരോരുത്തരുടെയും ട്രിക്കാണ്. മീഡിയ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് ഓരോരുത്തർ വീഡിയോ എടുക്കുന്നത്.